ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പരസ്യവില, ഡിസ്കൗണ്ട് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് പരസ്യവില എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം വളരെ ഈസി ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും മനസ്സിലാവും. അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് എന്ന് നോക്കാം. ഡിസ്കൗണ്ട് പഠിക്കുന്നതിന് മുൻപ് എന്താണ് പരസ്യവില എന്നത് അറിഞ്ഞിരിക്കണം. പരസ്യവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ സാധനം വിൽക്കുന്നതിനായിട്ട് പരസ്യപ്പെടുത്തുന്ന വിലയെയാണ് പരസ്യവില എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് MP എന്നാണ്, അതായത് മാർക്കഡ് പ്രൈസ് MP. മാർക്കഡ് പ്രൈസ് അഥവാ പരസ്യവില. എന്താണ് അപ്പോൾ പരസ്യവില? പരസ്യവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ സാധനം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യപ്പെടുത്തുന്ന വിലയെയാണ് പരസ്യവില അഥവാ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് MP എന്നാണ്. ഇനി നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് എന്ന് നോക്കാം. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആ പരസ്യപ്പെടുത്തുന്ന വിലയിൽ നൽകുന്ന കുറവ്, അതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പരസ്യപ്പെടുത്തിയ ആ വിലയിൽ മാർക്കറ്റ് പ്രൈസിൽ നൽകുന്ന കുറവിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിനെ കിഴിവ് എന്ന് പറയും അല്ലേ, ഇത്ര ശതമാനം കിഴിവ് എന്നൊക്കെ പറയും അല്ലേ. കിഴിവ് അഥവാ ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഡിസ്കൗണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് D വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് പരസ്യവിലയിൽ നിന്നും വിറ്റ വില മൈനസ് ചെയ്താൽ മതി. പരസ്യവിലയിൽ നിന്നും വിറ്റ വില മൈനസ് ചെയ്യുമ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. പരസ്യവിലയിൽ നിന്നും വിറ്റ വില മൈനസ് ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇനി എന്താണ് ഡിസ്കൗണ്ട് ശതമാനം എന്നത് നോക്കാം. നമ്മൾ പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാനൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് ശതമാനം കാണുക എന്നുള്ളത് നോക്കാം. എപ്പോഴും ഡിസ്കൗണ്ട് ശതമാനം കണക്കാക്കുന്നത് പരസ്യവിലയെ അടിസ്ഥാനമാക്കിയാണ്. പരസ്യവിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡിസ്കൗണ്ട് ശതമാനം കണക്കാക്കുന്നത്. ഡിസ്കൗണ്ട് നൽകുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? പരസ്യവിലയിൽ നിന്നും ആണ് ഡിസ്കൗണ്ട് നൽകുന്നത് അല്ലേ, അഥവാ മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് ഡിസ്കൗണ്ട് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ലാഭശതമാനവും നഷ്ടശതമാനവും പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും താഴെ വരുന്നത് അഥവാ ഡിനോമിനേറ്ററിൽ വരുന്നത് വാങ്ങിയ വിലയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെ ഡിസ്കൗണ്ട് ശതമാനം കാണുമ്പോൾ താഴെ വരുന്നത് പരസ്യവിലയാണ്. അത് ഓർത്ത് വയ്ക്കുക. മുകളിൽ വരുന്നത് ഡിസ്കൗണ്ടാണ്. അപ്പോൾ എങ്ങനെ കാണാം? ഡിസ്കൗണ്ട് ശതമാനം കാണാനായിട്ട് ഡിസ്കൗണ്ട് മുകളിൽ എഴുതുക, താഴെ പരസ്യവില ഇൻറ്റു 100 കണ്ടാൽ മതി. ഓക്കെ, ലാഭശതമാനവും നഷ്ടശതമാനവും പഠിച്ചപ്പോൾ താഴെ വന്നത് വാങ്ങിയ വിലയാണ്, കാരണം അത് വാങ്ങിയ വിലയെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പരസ്യവിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ശതമാനം കാണുന്നത്. അതുകൊണ്ടാണ് താഴെ പരസ്യവില വരുന്നത്, മുകളിൽ ഡിസ്കൗണ്ടും വരും, ഇൻറ്റു 100. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, 36,000 രൂപ പരസ്യവിലയുള്ള കട്ടിൽ 32,000 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഡിസ്കൗണ്ട് ശതമാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? പരസ്യവില തന്നിട്ടുണ്ട്. പരസ്യവില 36,000 രൂപ തന്നിട്ടുണ്ട്. അത് 32,000 രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡിസ്കൗണ്ട് ശതമാനമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് കണ്ടത്? ഡിസ്കൗണ്ട് ശതമാനമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണാനായിട്ട് നമുക്കറിയാം, ആദ്യം ഡിസ്കൗണ്ട് അറിയണം. ഫോർമുല എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കൗണ്ട് എന്താണെന്ന് അറിയണം, എന്നാലാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്കൗണ്ട് കാണാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പരസ്യവിലയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? വിറ്റ വില മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പരസ്യവില 36,000 രൂപയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് വിറ്റ വില എന്ന് പറയുന്നത് 32,000 രൂപയ്ക്കാണ് വിറ്റത്. 32,000
അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4000 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കാണാമല്ലോ. ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 4000 കിട്ടി, ഡിവൈഡഡ് ബൈ പരസ്യവില എന്ന് പറയുന്നത് 36,000 രൂപ ഇൻറ്റു 100. ഇനി ഇത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. 2 പൂജ്യം വെട്ടിക്കളഞ്ഞു, ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് 400 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടുന്നു. ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. 400 ഡിവൈഡഡ് ബൈ 36. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4ൽ 9 തവണ പോകും. 4 36, 4ൽ 100 തവണ പോകും. 100/9 എന്ന് കിട്ടും. 100/9. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 11 1/9%. 100/9 കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു തവണ പോകുന്നു 9, ബാലൻസ് 1, 0, 1, 9, ബാക്കി 1. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 11ഉം 1/9ഉം. ഓക്കെ. 11 1/9% എന്നാണ് ഡിസ്കൗണ്ട് ശതമാനം നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരാൾക്ക് ഒരു കടയിൽ നിന്ന് 10%, 6%, 5% എന്നിങ്ങനെ തുടർച്ചയായുള്ള 3 ഡിസ്കൗണ്ടുകൾ അനുവദിക്കുന്നു എങ്കിൽ അയാൾക്ക് കടയിൽ നിന്ന് ആകെ ലഭിച്ച ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരാൾക്ക് ഒരു കടയിൽ നിന്ന് 10%, 6%, 5% എന്നിങ്ങനെ തുടർച്ചയായിട്ടാണ് 3 ഡിസ്കൗണ്ടുകൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കടയിൽ നിന്ന് ആകെ ലഭിച്ച ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാനായിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3 ഡിസ്കൗണ്ടുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. പരസ്യവില നമുക്ക് അറിയില്ല. ഡിസ്കൗണ്ട് കാണാനായിട്ട് നമ്മൾ പരസ്യവിലനെ ആസ്പദമാക്കിയിട്ടാണ് ഡിസ്കൗണ്ട് കാണുന്നത്, അല്ലേ? അപ്പോൾ പരസ്യവില നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ പരസ്യവില എന്തെന്നെടുക്കുന്നു? പരസ്യവില എന്ന് പറയുന്നത് നമ്മൾ 100 കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വിറ്റ വില എന്തായിരിക്കും? വിറ്റ വില കാണാമല്ലോ. വിറ്റ വില എന്ന് പറയുന്നത് 100 ഇൻറ്റു ആദ്യത്തെ ഡിസ്കൗണ്ട് 10% 10% എന്ന് പറയുമ്പോൾ 10% കിഴിവാണ്, അല്ലേ? അതാണ് ഡിസ്കൗണ്ട്. അപ്പോൾ 90% കാണുക. ഇൻറ്റു നെക്സ്റ്റ് 6% ഡിസ്കൗണ്ട്. 6% എന്ന് പറയുമ്പോൾ 94 ഡിവൈഡഡ് ബൈ 100. നെക്സ്റ്റ് 5% ആണ്. 5% എന്ന് പറയുമ്പോൾ 95/100. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുക. ഈ സീറോയും ക്യാൻസൽ ചെയ്തു. ഈ സീറോ ക്യാൻസൽ ചെയ്തു. ഇത് 2 തവണ 5ൽ, ഇത് 1 തവണ 19. അപ്പോൾ 9 ഇൻറ്റു 19 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80.37 എന്നാണ് വിറ്റ വില കിട്ടുന്നത്. വിറ്റ വില കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാണാമല്ലോ. ഡിസ്കൗണ്ട് കാണാനായിട്ട് നമുക്കറിയാം പരസ്യവില മൈനസ് വിറ്റ വില കണ്ടു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ പരസ്യവില നമ്മൾ 100 എടുത്തത്. വിറ്റ വില എന്ന് പറയുന്നത് നമുക്ക് 37 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19.63 എന്നാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? ഡിസ്കൗണ്ട് ശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ശതമാനം കാണാമല്ലോ. ഡിസ്കൗണ്ട് ശതമാനം കാണാനായിട്ട് എന്താണ്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100 ചെയ്താൽ മതി. ഡിസ്കൗണ്ട് ശതമാനം കിട്ടും, അല്ലേ? അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയത് 19.63 ആണ്. ഡിവൈഡഡ് ബൈ പരസ്യവില നമ്മളെടുത്തത് 100 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഈ 100ൽ 2 പൂജ്യം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 19.63 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് 19.63 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പരസ്യവില, ഡിസ്കൗണ്ട് ശതമാനം എന്നീ കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.